ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ACD അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ PSCയുടെ ഭാഗത്തു നിന്ന് പുതിയ ഒരു ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ പറയുന്ന ഈ മാസം അവസാനം അല്ലെ, നമ്മുടെ ഈ പറയുന്ന മെയ് മാസം 30 കൂടി തന്നെ 16 തസ്തികകൾ എന്ത് ചെയ്യും, ഈ പറയുന്ന PSCയുടെ പുതിയ വിജ്ഞാപനങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ വിജ്ഞാപനങ്ങൾ, അതേപോലെ തന്നെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്, ഓക്കെ, ഏതൊക്കെ പോസ്റ്റുകളിലായിരിക്കും വിളിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളുടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ PSC അല്ലെ അടുത്തിടെ ചേർന്നിട്ടുണ്ടായ യോഗ തീരുമാനവുമായി ബന്ധപ്പെട്ട് അവരെന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ പറയുന്ന ഈ ഒരു മാസം അവസാനം വിളിക്കാൻ വേണ്ടി പോകുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസിന്റെ ലിസ്റ്റുകളാണ് ചൂടെ നൽകിയിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡയറി ഡെവലപ്മെന്റ് വകുപ്പിൽ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന തസ്തികത്ത് ഇന്ന് പ്രധാനമായിട്ടും അതിനകത്ത് പറയുന്നുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷന്, അതേപോലെ തന്നെ കേരള ലിമിറ്റഡ് അസിസ്റ്റന്റ് മാനേജർ പ്രൊഡക്ഷൻ ഗ്രേഡ് 2 തസ്തികയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വനിതാ ശിശു വികസന വകുപ്പിൽ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ, വനിതകൾ മാത്രം ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ കാത്തിരുന്ന അല്ലെ കുറെ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന MVD അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ലെ ആ തസ്തികയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷന്റെ കൂടെ തന്നെ വരുന്നതായിരിക്കും. പട്ടികജാതി വികസന വകുപ്പിലെ പട്ടികജാതി വികസന ഓഫീസർ ഗ്രേഡ് 2 എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ ഉണ്ടാവുന്നതായിരിക്കും. അതേപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റി മൈക്രോബയോളജിസ്റ്റ് അല്ലെ ബാക്ടീരിയോളജിസ്റ്റ് തസ്തിക മാറ്റം മുഖേന ആരോഗ്യ വകുപ്പിലെ കാത്ത് ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2, കേരള പോലീസിലെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നീ തസ്തികകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് വിജ്ഞാപനങ്ങൾ വിളിക്കുന്നതായിരിക്കും. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് തസ്തിക എന്ത് ചെയ്യുന്നുണ്ട് വിളിക്കുന്നതായിരിക്കും. അതിന് കൂട്ടത്തിൽ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ബ്ലാക്ക് സ്മിത്ത് ഗ്രേഡ് 2 എന്നീ തസ്തികകളിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു മാസം അവസാനത്തോട് കൂടി തന്നെ നോട്ടിഫിക്കേഷൻസ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതില് പ്രധാനമായിട്ട് ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർ നോക്കുന്ന കുറച്ച് പരീക്ഷകൾ എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന കേരള പോലീസിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയും, അതേപോലെ തന്നെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റില് അല്ലെ നമ്മുടെ MVD ഉണ്ടല്ലോ അല്ലെ, നമ്മുടെ MVDയില് മോട്ടോർ വെഹിക്കിൾ വകുപ്പില് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നീ പറയുന്ന തസ്തികയിലേക്കാണ് എന്ത് ചെയ്യുന്നത് പൊതുവെ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നത് നോക്കിയിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരുപാട് വിജ്ഞാപനങ്ങൾ ഇനി വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലെ. അതിനകത്ത് ഈ പറയുന്ന എന്ത് വിടും, നമ്മുടെ ഈ പറയുന്ന വരാൻ വേണ്ടി പോകുന്ന LD പരീക്ഷ വരും, അതേപോലെ തന്നെ LGS പരീക്ഷ വരാൻ അല്ലെ, LGS പരീക്ഷ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന തസ്തികയും കൂടി ഉണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു വർഷം അവസാനിക്കും തോറും എന്ത് ചെയ്യും അത് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നിൽക്കുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ പറയുന്ന തൊട്ട് മുമ്പത്തെ ഈ പറയുന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ ഒക്കെ എന്ത് ചെയ്തിരുന്നു റാങ്ക് ലിസ്റ്റ് കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ടതായിട്ടുണ്ട്. അതായത് 2027 അവസാനത്തോട് കൂടി തന്നെ, അതായത് ഡിസംബർ മാസത്തോട് കൂടി തന്നെ എന്ത് ഉണ്ടാവണം ആ പുതിയ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ എന്താണ് റാങ്ക് ലിസ്റ്റ് വരേണ്ടതായിട്ടുണ്ട്. അതായത് അതിന് മുമ്പ് ഒരു 2026 സെപ്റ്റംബർ അല്ലെങ്കിൽ ഒരു നവംബർ ഡിസംബർ മാസങ്ങളോട് കൂടി തന്നെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമായിരിക്കും എക്സാമിനേഷനും മറ്റ് ഇന്റർവ്യൂ ഒക്കെ നടത്തിയതിനു ശേഷമേ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ അല്ലെ. ഇതുവരെ ഏകദേശം 10-60 അപ്പുറത്തേക്ക് എന്ത് ചെയ്തിരുന്നു 60 കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന അഡ്വൈസറൊക്കെ പോയിട്ടുണ്ടായിരുന്ന ഒരു പരീക്ഷയും കൂടിയാണ് ഈ പറയുന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വരാൻ വേണ്ടി പോകുന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടറിനൊക്കെ വേണ്ടിയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ACD അക്കാഡമിയിൽ നമ്മൾ ഡയറി ഫാം ഇൻസ്ട്രക്ടറിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ കാണുന്ന നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ പഠനം വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു വർഷം എന്തായാലും നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. ആ ഒരു വർഷക്കാലം എങ്ങനെ നമ്മൾ എഫക്റ്റീവായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുന്നിൽ വരണോ പിന്നിൽ വരണോ അല്ലെ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ശ്രമിക്കുക എന്നുള്ളതാണ്. വളരെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോവുകയും അതുപോലെ വളരെ സ്ട്രക്ചറുള്ള അല്ലെ വളരെ ഒരു സ്ട്രക്ചർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു പ്ലാൻ അടിസ്ഥാനപ്പെടുത്തി പഠനം മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്യും പ്രധാനമായിട്ട് ഈ പറയുന്ന കോഴ്സുകളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക താഴെ കാണുന്ന നമ്മൾ വിളിച്ച് എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് എന്ത് ഒരുമിച്ച് ഇവിടുന്ന് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് വിജ്ഞാപനങ്ങളാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക അതിലേക്ക് നിങ്ങൾ തയ്യാറെടുപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് ഇപ്പോഴേ തന്നെ തുടങ്ങുക. ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ,
അപ്പം ഇത്രയാണ് നമ്മുടെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ തൊട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ 10-16 തസ്തികളുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട തസ്തികൾ മാത്രമാണ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് സംശയങ്ങളും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമന്റായിട്ട് അറിയിക്കാൻ എന്ത് ചെയ്യുക ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.